ഇനി നല്ല മനസ്സിലാക്കണേ, മരിച്ചുപോയവരുടെ മേലിൽ 7 കഴിക്കൽ അല്ലെങ്കിൽ 40 കഴിക്കൽ അത് സ്വഹാബികൾ സുന്നത്തായി കണ്ടിരുന്നു. എന്ന് വെച്ചാൽ മരണപ്പെട്ടു പോയവരുടെ മേലിൽ 7 ദിവസം ഭക്ഷണം വിതരണം ഹദിയ ചെയ്യൽ, അല്ലെങ്കിൽ 40 ദിവസം ഭക്ഷണം വിതരണം ഹദിയ ചെയ്യൽ അത് സ്വഹാബികൾ സുന്നത്തായി കണ്ടിരുന്നു എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് സുഹദിലാണ്. കിതാബ് സുഹദിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത് എന്ന്. എന്താണ് ഞാൻ വായിച്ച അർത്ഥം വെക്കാൻ പോവാട്ടോ. അൻ സുഫിയാന കാല, സുഫിയാൻ റളിയല്ലാഹു തൊട്ട് നിവേദനം, അദ്ദേഹം പറയുന്നു, കാല തൗസ് റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബഅ ഫകാനു യസ്തഹിബ്ബൂന അൻ യുത്ഇമു അൻഹും തിൽക്കൽ അയ്യാം. ഇമാം തൗസ് റളിയല്ലാഹു പറയുകയാണ്, തീർച്ചയായിട്ടും മരണപ്പെട്ടവർ 7 ദിവസം അവരുടെ ഖബറുകളിൽ വിഷമം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ ഖബറുകളിൽ 7 ദിവസം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആയതിനാൽ സ്വഹാബിമാർ അത്ര ദിവസം അവർക്കു വേണ്ടി ഭക്ഷണം ദാനം ചെയ്യാൻ ഇഷ്ടപ്പെടുമായിരുന്നു. ഒന്ന് ഓർത്തു നോക്കി, സ്വഹാബികൾ ആ 7 ദിവസം അല്ലെങ്കിൽ 40 ദിവസം ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഭക്ഷണം വിതരണം ഹദിയ ചെയ്യുമായിരുന്നു എന്ന്. എത്ര വ്യക്തമാണ്. ഇമാം ജലാലുദ്ദീൻ സുയ്യൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിലിൽ ഫതാവ എന്ന കിതാബിൽ പ്രഖ്യാപിക്കുന്നു. ഇമാം അസ്കലാനി റളിയല്ലാഹു അൻഹു മതാലിബുൽ ആലി എന്ന കിതാബിൽ പ്രഖ്യാപിക്കുന്നു. ഇബ്നു ജൗസി തന്റെ സിഫത്ത് സഫ എന്ന കിതാബിൽ പ്രഖ്യാപിക്കുന്നു. നിരവധി ഇമാമുകൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരിച്ചവരുടെ പേരിൽ 40 കഴിക്കുക, 7 കഴിക്കുക, 3 കഴിക്കുക, 3 കഴിക്കുക എന്ന് ഇമാം മുല്ല അലി ഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫതാവ എന്ന കിതാബിൽ മുല്ല അലി ഖാരി തങ്ങളുടെ കിതാബാണത്. അതിൽ 3 കാണാം. അപ്പോൾ മരിച്ചവരുടെ പേരിൽ 7 കഴിക്കുക, 40 കഴിക്കാന്ന് അത് സുന്നത്തായി സ്വഹാബത്ത് കണ്ടിരുന്നു എന്ന്.